പ്രിന്റു അഡ്വക്കേറ്റ് മായാദാസിൻ്റെ അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ജനങ്ങളിലേക്ക് പോകാം. കാരണം ജനങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ അല്ലേ. വികസനം അവർക്ക് അനുഭവവേദ്യമായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയും, ഇല്ലെങ്കിൽ വിമർശിക്കുകയും ചെയ്യും അല്ലേ. ജനാധിപത്യത്തിൽ അതാണല്ലോ നടക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പോൾ നമുക്ക് ജനങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം കൂടി. ഇതിൻ്റെ ഒരു ബേസിക് പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞാൽ, പഞ്ചായത്തുകൾക്ക് ആവശ്യമായ ഫണ്ട് നൽകാൻ ഇടതുപക്ഷ മുന്നണി തയ്യാറായിട്ടില്ല. വേണ്ട ഫണ്ട് വേണ്ട സമയത്ത് നൽകാൻ. ഇതാണ് ഒന്നാമത്തെ പരാജയം. യാതൊരു രൂപയുമില്ലാതെ, യാതൊരു മാസ്റ്റർ പ്ലാനും ഇല്ലാതെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുന്ന രീതിയിൽ അവർക്ക് പദ്ധതിക്ക് പണം അനുവദിക്കുന്ന എപ്പോഴാണ്? മാർച്ച് 15-ാം തീയതി അനുവദിച്ച് മാർച്ച് 30-നുള്ളിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി പൈസ മുഴുവൻ കൊടുക്കണ്ട. അങ്ങനെ പഞ്ചായത്തുകളെ ഞെക്കിക്കൊല്ലുന്ന കാര്യം പോയിന്റ് 1. പോയിന്റ് 2, എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കണം എന്നൊരു ചിന്ത വേണ്ടേ? ഇവിടെ മാത്രമല്ല, ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന നഗരസഭകളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഞങ്ങളുടെ വടക്കാഞ്ചേരി നഗരസഭയിൽ സ്ക്രാപ്പിൻ്റെ കച്ചവടം ചെയ്യുന്നവൻ്റെ നിന്ന് 3000 രൂപ കൈക്കൂലി വാങ്ങിച്ച് 2 പേരെ ഇന്നലെ മിനിഞ്ഞാന്ന് വിജിലൻസ് പിടിച്ചു. മനസ്സിലാക്കേണ്ടത് സർവത്ര അഴിമതിയാണ്. ഏത് ഈ മാലിന്യം പോലും അത് എടുക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് 3000 കൈക്കൂലി വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു PR വർക്കുണ്ട്. ഈ നാട്ടിൽ മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഇപ്പോൾ വന്നിട്ട് ഉണ്ടായതാണ് എന്ന രീതിയിലാണ് വലിയ തോതിലുള്ള PR വർക്ക്. ആ PR വർക്കിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് ഇത് 1921 ശേഷം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. ഇവിടെ ഇതിന് മുൻപ് ഭരിച്ചിരുന്ന ആളുകൾ, ശ്രീ അച്യുതമേനോൻ മുഖ്യമന്ത്രി ഇവിടെ നിന്നായിരുന്നു. അതുപോലെ ബഹുമാനായ ലീഡർ K. കരുണാകരൻ ഈ തൃശ്ശൂരിനെ ഏറെ സ്നേഹിച്ച ആളാണ്. ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് വന്നതും വടക്കേ സ്റ്റാൻഡ് നവീകരിക്കപ്പെട്ടതും അതുപോലെ എത്ര മാറ്റങ്ങൾ ഇവിടെ വന്നു, ലോ കോളേജ് വന്നതും ഈ തൃശ്ശൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറി. എത്ര മാറ്റങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ ഈ തൃശ്ശൂരിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ UDF ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്ന എത്രയോ വികസനങ്ങൾ, എണ്ണി പറയാവുന്ന വികസനമുണ്ട്. പക്ഷേ സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട്. സ്വാഭാവികമായും വടക്കുന്നാഥന് ചുറ്റുമുള്ള ആ ഭഗവാനെ ചുറ്റിപ്പോകുന്ന പഴയ കാലത്തെ ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത അതേ നഗരത്തിൻ്റെ സംവിധാനമാണ് ഇപ്പോഴും ഉള്ളത്. റോഡിന് വീതി കൂട്ടാൻ കഴിയുന്നില്ല, പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ ഒരു കോർപ്പറേഷൻ്റെ ഭരണകൂടത്തിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്ന കുറേ പ്രശ്നങ്ങൾ അതൊന്നും പരിഹരിച്ചില്ല. റീൽസ് ഇടുന്ന ആളുകൾ ഈ റോഡിലെ കുഴികൾ അടയ്ക്കാനുള്ള ഒരു സംവിധാനം പോലുമില്ല. എന്തിനേറെ പറയുന്നു, ശുദ്ധജലത്തിൻ്റെ പ്രശ്നം ഇതിലും വലുതാ. ബീച്ചിൽ നിന്ന് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ശുദ്ധജലം വരുമെന്നാണ് പറഞ്ഞത്. ആ ശുദ്ധജലത്തിൻ്റെ വിതരണം പോലും കാര്യക്ഷമമായിട്ടല്ല നടക്കുന്നത്. വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. വിമാനത്താവളം ഉൾപ്പെടെ വരുന്നു. ഇനി തോട്ടിൻകരയിൽ പണ്ട് അടൂർബാസി സ്ഥാനാർത്ഥി സാറാമ എന്ന് പറയുന്ന സിനിമയിൽ അടൂർബാസിയുടെ പാട്ടുണ്ട്, തോട്ടിൻകരയിൽ വിമാനമിറങ്ങാൻ ഉണ്ടാക്കും. അതുപോലെയാണ് താങ്കൾ പറഞ്ഞ ഈ ബീച്ചിൽ നിന്നുള്ള 66 കോടി രൂപയ്ക്കല്ലേ പൈപ്പിട്ടിരിക്കുന്നത് അല്ലേ. അമൃത് പദ്ധതിയിൽ പെടുത്തി. പക്ഷേ അതിന് ടെൻഡർ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വകാര്യ കമ്പനിക്ക് കൊടുത്തു. ആരോപണം കോർപ്പറേഷൻ സെക്രട്ടറിയാണ്. ആദ്യം വർഗീസ് ചേട്ടൻ്റെ ഒക്കെ സ്വന്തം ആളായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ അഴിമതി അത് ഏതൊരു സ്വകാര്യ കമ്പനിക്ക് ടെൻഡർ, ഒരാളാണെങ്കിൽ റീടെൻഡർ ചെയ്യേണ്ടതല്ലേ. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ KSEBയുടെ കമ്പി അടിച്ചു മാറ്റി, 55 ലക്ഷത്തിന്റെ കമ്പി അടിച്ചു മാറ്റിയെന്ന് കേട്ടു. അല്ല സാറേ, ഒരു കാര്യം ശരിയാണോ ഇതൊക്കെ? കാരണം ഞാൻ തിരുവനന്തപുരത്തിരിക്കുന്ന എന്നെ സംസാരിക്കാൻ അനുവദിച്ചു. അത് തരാം, അതൊക്കെ തരാം. എല്ലാവർക്കും ഈ കുടിവെള്ളം പീച്ചിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് ഞാൻ കൈരളിയുടെ ചാനലിലെ ചർച്ചയിലായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി, BJP-കാരനൊന്നുമല്ല, ആൾ കൊണ്ടുവന്നത് കൈയോടുകൂടി അദ്ദേഹം കാണിച്ചപ്പോൾ ഇതാണ് ആ വെള്ളം. പീച്ചിയിൽ നിന്ന് 80 കോടി കേന്ദ്ര സർക്കാർ കൊടുത്ത് വരുന്ന വെള്ളം. ഇതേ വെള്ളം തന്നെയല്ലേ നിങ്ങൾ വീട്ടിൽ കിട്ടുന്നത്? ആണോ? അല്ലേ? അപ്പോൾ നോക്കണം, 80 കോടി സ്വാഹ.